സാർ, ഈ തമിഴ്നാട്ടിൽ ഡി എം കെ ബി ജെ പിയുടെ കൂടെ വരുമോ എന്നുള്ള ചോദ്യങ്ങൾ പല നാളുകളായിട്ട് പല ആൾക്കാരും ചോദിക്കുന്നതാണ്. ബി ജെ പി തന്നെ പലപ്പോഴായിട്ട് ഡി എം കെ ക്ഷണിച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് വരുന്നെങ്കിൽ വരാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ നരേന്ദ്രമോദി ഇപ്പോൾ മൂന്നാമത്തെ ടേമിൽ ഇലക്ഷൻ്റെ കൗണ്ടിങ്ങിൻ്റെ അപ്പോൾ ബി ജെ പിക്ക് ഇത് കിട്ടില്ല എന്ന് കണ്ടപ്പോൾ, അതായത് ഒരു ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടില്ല എന്ന് കണ്ടപ്പോൾ അപ്പോൾ തന്നെ ഡി എം കെ ആയിട്ട് വിളിച്ച് സംസാരിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഡി എം കെ വരാനായിട്ട് തയ്യാറായിട്ടില്ല. പക്ഷേ നമുക്കറിയാം, നിശബ്ദമായിട്ട് ഡി എം കെ പലപ്പോഴും ബി ജെ പി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വാജ്പേയിയുടെ കൂടെ സഖ്യകക്ഷിയായിട്ട് ഇന്ന് ഭരിച്ച ടീമാണ് ഡി എം കെ എന്ന് പറയുന്നത്. എൻ്റെ ആദ്യ ചോദ്യം, ഡി എം കെ ബി ജെ പിയിലോട്ട് വരാനായിട്ടുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? അത് ഞാൻ ചോദിക്കുന്നത്, എപ്പോഴും ബി ജെ പി ഡി എം കെയിലേക്ക് ഒരു ചൂണ്ടയിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം, ഇപ്പോൾ കരുണാനിധിയുടെ ശതാബ്ദി, അതിന് നമ്മുടെ രാജ്നാഥ് സിംഗ് വന്നിട്ടുള്ളൂ. രാജ്നാഥ് സിംഗ് വന്നിട്ട് ഈ ശതാബ്ദിയിൽ കരുണാനിധിയെ അഹോരാത്രം അങ്ങ് പുകഴ്ത്തി. കരുണാനിധി എന്ന് പറയുന്ന വ്യക്തി അതിഗംഭീരമായിട്ടുള്ള വ്യക്തിയാണ്, ഈ തമിഴ്നാടിനെ പടുത്തുയർത്തുന്നതിൽ നിസ്തുലമായ പങ്ക് വഹിച്ച ആളാണെന്നൊക്കെ പറഞ്ഞു. ഏറ്റവും രസം എന്ന് പറയുന്നത്, ശതാബ്ദി നാണയം പുറത്തിറക്കി. 100 രൂപയുടെ ശതാബ്ദി നാണയമാണ്. ഈ ശതാബ്ദി നാണയം പുറത്തിറക്കണം എന്നുള്ളത് ഡി എം കെയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അതും എന്തായാലും പുറത്തിറക്കി കൊടുത്തു. ആ ശതാബ്ദി നാണയത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് ഹിന്ദി അക്ഷരമാണ്. ഡി എം കെ ഒരു അക്ഷരം മറുത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പോരാത്തതിന് ഈ ബി ജെ പി ഡി എം കെ സഖ്യകക്ഷിയാക്കാൻ ശ്രമിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു അപകടം മനസ്സിലാക്കി ഡി എം കെ രംഗത്തെത്തിയിട്ടുണ്ട്. ഡി എം കെ നിശ്ചിതമായിട്ട് വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം ഡി എം കെ ഇപ്പോൾ ബി ജെ പി ആയിട്ടുള്ള അലയൻസ് വിട്ടിട്ടാണല്ലോ നിൽക്കുന്നത്. അലയൻസ് വിട്ടിട്ട് ബി ജെ പി ഒറ്റയ്ക്ക് അണ്ണാമലൈ ആ പാർട്ടിയെ കൊണ്ടുപോവുകയാണ്. പക്ഷേ 3% നിന്ന് 18% വോട്ട് അവിടെ സ്വരൂപിക്കുന്ന ആ ഒരു ഇതിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഡി എം കെക്ക് ബി ജെ പിയോട് ചേരണമെന്ന ആഗ്രഹം നല്ലതുപോലെയുണ്ട്. പക്ഷേ ബി ജെ പിക്ക് ഡി എം കെയോടാണ് താല്പര്യം. വല്ലതും നടക്കൂ? രാഷ്ട്രീയത്തിൽ എന്താ ആഭാസം നടക്കും, അതിൽ വലിയ കാര്യം. പിന്നെ ഇതിൽ ഒരു കാര്യം കിടക്കുന്നത് വെച്ചാൽ, ഇപ്പം പണ്ടത്തെ പോലെ അല്ല. പണ്ട് ഇവരൊക്കെ ആന്റി കോൺഗ്രസ് ആയിരുന്ന സമയത്ത് ഇവർക്കാരും ബി ജെ പി വലിയ പ്രശ്നമായിരുന്നു. ഇവൻ CPM പോലും ഇൻഡയറക്റ്റ്ലി ബി ജെ പിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കേരളത്തിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ. ഈ കോൺഗ്രസ് തന്നെ ബി ജെ പിന്റെ സപ്പോർട്ടോട് കൂടി കേരളത്തിൽ സ്ഥാനാർത്ഥി നടത്തിയിട്ടുണ്ട്, വടകരയും അതുപോലെ തന്നെ ബേപ്പൂരും. അപ്പം രാഷ്ട്രീയത്തിൽ അങ്ങനെ എന്ത് ആഭാസങ്ങളും നടക്കും. അത് കഴിഞ്ഞിട്ട് കോൺഗ്രസ് വീക്കം ചെയ്ത് ബി ജെ പി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയതോടുകൂടിയാണ് ബി ജെ പി ലക്ഷണമൊത്ത ഫാസിസ്റ്റായി മാറുന്നത് എല്ലാവരും. അതുവരെ ബി ജെ പി കൊള്ളായിരുന്നു, കോൺഗ്രസിനെതിരെയുള്ള ശക്തമായിട്ടുള്ള പാർട്ടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത്, പക്ഷെ ആ സമയത്ത് അതുകൊണ്ട് തന്നെ സഖ്യത്തിൽ വരാൻ വലിയ ബുദ്ധിമുട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ചെലുത്താൻ കോൺഗ്രസ് ആയിരുന്നു. ഇത് കുട്ടിച്ചാത്തനായിരുന്നു. കുട്ടിച്ചാത്തൻ ഭഗനായിരുന്നു. അതാണ് എൻ്റെ ഒരു കാര്യം. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ആളുകളെ പറഞ്ഞ് ഇവർ വല്ലാതെ അങ്ങ് ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബി ജെ പി എന്ന് വെച്ചാൽ ഉത്തരേന്ത്യക്കാരുടെ പാർട്ടിയാണ്, അത് മനുസ്മൃതിയെ അടിസ്ഥാനമായ പാർട്ടിയാണ്, മനുസ്മൃതി കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്, തമിഴൻ്റെ അഭിമാനത്തിന് പിന്നെ ചോദ്യം ചെയ്യുന്ന പാർട്ടിയാണ്. അങ്ങനെയാണ് നരേന്ദ്രമോദി ലോകം കണ്ട ഏറ്റവും വലിയ എന്താണ് ഫാസിസ്റ്റാണ്. പിന്നെ വേറെ ഞാൻ പറയുന്നില്ല, ഇതൊക്കെ ഉണ്ട്. പിന്നെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് നമുക്ക് അവർ പറയുന്ന വിചാരിച്ചാൽ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ജനങ്ങളുടെ മനസ്സിൽ വളരെ രൂഢമൂലമാണ്. അപ്പോൾ ഇവർ ഇപ്പം നിങ്ങൾ കേരളത്തിൽ തന്നെ നോക്കിയാൽ മതി, എല്ലാ ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ ഒരു ആരാധനാപാത്രമാണ് ഈ സ്റ്റാലിൻ. അവർ ഒരു രക്ഷകനായിട്ടാണ് സ്റ്റാലിനെ കാണുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവരുടെ അനുയായികളുടെ കാര്യങ്ങൾ വന്ന് മനസ്സിലാക്കാൻ അവർ കുറച്ച് ബുദ്ധിമുട്ടും. പിന്നെ അവർ ഒരു പല ക്യാമ്പുകളായി തിരിഞ്ഞിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഇപ്പം. അപ്പോൾ അതിൽ കനിമൊഴിയുടെ ക്യാമ്പുണ്ട്, പിന്നെ ഈ മധുരയിലുള്ള മറ്റേ അഴഗിരിയുടെ ക്യാമ്പുണ്ട്. സ്റ്റാലിൻ മകനെ അടുത്ത പിൻഗാമിയായി നിശ്ചയിച്ചതോടുകൂടി ഈ ക്യാമ്പുകളെല്ലാം തന്നെ അവർക്ക് എതിരായിട്ട് നിൽക്കുകയാണ് സ്റ്റാലിന്. പക്ഷേ അധികാരം കയ്യിലുള്ളതുകൊണ്ട് സ്റ്റാലിനെ നേരിട്ട് എതിർക്കാനും പറ്റില്ല. ഇതെല്ലാം ബി ജെ പി മുകളിൽ മനസ്സിലാക്കുന്നത്. അത് ഭാവിയിൽ അവിടെ ഒരു സ്പ്ലിറ്റ് വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല വിജയ് ഏതായാലും പൊളിറ്റിക്സിൽ ഇറങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവരുടെ ഇപ്പം പറയുന്ന ഈ ക്യാമ്പയിൻ കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടാൻ പോകുന്നത് വിജയ്ക്കാണ്. വിജയ് ബി ജെ പി ആയിട്ട് കോംപ്രമൈസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വിജയെ സപ്പോർട്ട് ചെയ്യുന്നത്, ഫണ്ട് ചെയ്യുന്നത് ഇവാഞ്ചലിക്കൽസും ഈ ജിഹാദി മാഫിയയും പിന്നെ തീവ്ര ദ്രവിഡിയൻ വിഭാഗമാണ്. പിന്നെ മൂപ്പര ഫാൻസും ഉണ്ട്. ഫാൻസ് നമ്മുടെ നാട്ടിലുള്ള പയ്യന്മാരൊക്കെ ഉണ്ടാവും, നമുക്കൊക്കെ വിജയിന് ഇഷ്ടമാണല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടാവും. അപ്പം ഇവരൊക്കെ തന്നെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആൻറ്റി മോഡി വിഭാഗമായി നിൽക്കുമ്പോൾ വിജയ് നാളെ എമേർജ് ചെയ്ത് വരുമ്പോൾ വിജയെ നേരിടാൻ ഇവർക്ക് ചിലപ്പം ബി ജെ പിയുടെ കൂടെ പോകണമെന്നുണ്ടാവും. വിജയ് എമർജ് ചെയ്ത് വരുമ്പോഴെന്ന് പറയാം, വിജയ് അവിടെ എമർജ് ചെയ്യാൻ സാധിക്കുമോ? വിജയ് എമർജ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ഒരു വലിയൊരു വാക്കും കിടക്കുന്നത്, ADMK വാക്കും കിടക്കുന്നത്. മറ്റേ മാത്രമല്ല ഇവരിപ്പം, പക്ഷെ ആ വാക്കത്തിലേക്ക് ബി ജെ പി തള്ളിക്കയറി വരുന്നതാണ് അവിടെയുള്ള ആൾക്കാരെല്ലാം പറയുന്നത്. ബി ജെ പി കയറും, വിജയും കയറും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ DMK കുറച്ചെണ്ണം വിജയിന്റെ കൂടെ പോകും. അവർക്ക് ബി ജെ പിന്റെ കൂടെ പോകാൻ പറ്റും വലിയ സപ്പോർട്ട് ചെയ്യും. ഈ വിജയ് പറയുന്ന DMK പറഞ്ഞത് ദ്രവിഡിയൻ രാഷ്ട്രീയമാണ്, ആന്റി ബി ജെ പി, ആന്റി ഹിന്ദി രാഷ്ട്രീയമാണ്. പിന്നെ വിജയനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവാഞ്ചലിക്കൽ ലോബിയുണ്ട്,
ഇടതുപക്ഷക്കാരുണ്ട്, ജിഹാദിസ്റ്റുകളുണ്ട്, ഇവരെല്ലാവരും ഇയാളെ പിന്നിലുണ്ട്. അപ്പോൾ മാത്രമല്ല അവിടെ ഈ സ്റ്റാലിൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ചെറുക്കനെ അവരെല്ലാവരും കൂടി ഇട്ടിട്ട് വഹിക്കാവും. അപ്പോൾ പല ക്യാമ്പിലാവും. പല ക്യാമ്പിലാകുമ്പോൾ അവിടുന്ന് ഏതെങ്കിലും ഒരു വർഷം BJP കൂടെ വരാൻ സാധ്യതയുണ്ട്. DMK ഒരു വിഭാഗം ചിലപ്പം ഇവനുമായിട്ട് സഖ്യത്തിലാകാൻ സാധ്യതയുണ്ട്. പിന്നെ അന്നപ്പോൾ നടക്കുന്നത് അപ്പോൾ ADMK-ലും DMK-യിലെ ഒരു വിഭാഗം വന്നിട്ട് ഒരു പ്രതിപക്ഷമാകാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ ഇന്നത്തെ ശത്രുക്കളാകും. അപ്പുറത്ത് വിജയ് സ്ട്രോങ് ആകുമ്പോൾ വിജയ് രജനീകാന്തിൻ്റെ ഒന്നൊക്കെ ഇല്ലാത്ത അഡ്വാൻറ്റേജ് വിജയിക്കുന്നു. ഇങ്ങനെ നല്ല സമയമാകുമ്പോഴേക്ക് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ജയലളിതയും മരിച്ചു, കരുണാനിധി മരിച്ചു, സ്റ്റാലിനാണെങ്കിൽ എന്തോ കാര്യമായിട്ട് അസുഖമുണ്ട്. അതുകൊണ്ടാണ് ചെറുക്കനെ പിടിച്ച് പെട്ടെന്നാക്കി. ഈ ചെറുക്കനെ അവർ അംഗീകരിക്കാനും ബുദ്ധിമുട്ടാണ്. അത് ഒരു കുടുംബത്തിൽ ഇങ്ങനെ ആളുകൾ വരുമ്പോൾ ഒരു പ്രത്യയശാസ്ത്രപരമായി നിൽക്കുന്ന ഒരു പാർട്ടിക്ക് അത് വലിയ പ്രശ്നമാണ്. അത് ന്യായീകരിക്കാൻ പറ്റാതെ വരും. അവിടെയാണ് വിജയ് വരുന്നത്. പിന്നെ വിജയ് അധികം ചീത്തപ്പേരും കേൾപ്പിച്ചിട്ടില്ല, മനസ്സിലായില്ലേ? പിന്നെ ഒരു തമിഴ് പൊളിറ്റിക്സ് പ്രശ്നമില്ല, ഇതേ കഴിഞ്ഞൊക്കെ മുമ്പ് ഉണ്ടായിരുന്നതാണ്. എങ്കിലും വേറെ വലിയ ചീത്തപ്പേരും കേൾപ്പിച്ചിട്ടില്ല മുമ്പ്. അത്യാവശ്യം ഡീസൻ്റാണ്. അപ്പോൾ അതിൽ വലിയ ചീത്ത കേൾപ്പിച്ച ആളുകളാണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്ന പല ആളുകളും. അപ്പോൾ അതുകൊണ്ട് വിജയ്ക്ക് ഏതാണ്ട് BJP-നെ കൂടെ പോകാനും പറ്റില്ല. അപ്പം വിജയ് പൊളിറ്റിക്സിൽ എല്ലാം സാധ്യമാകുമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് വിജയും BJP ചേരില്ല എന്ന് പറയുന്നത്? BJP വിജയുടെ ഒരു ബാങ്ക് സപ്പോർട്ട് ചെയ്യുന്ന ടീം എന്ന് വെച്ചാൽ അവർ ഒരിക്കലും BJP ആയിട്ട് യോജിച്ച് പോകാൻ പറ്റുന്ന ടീം ഇവാഞ്ചലിക്കൽസ്. ഇവിടുത്തെ സ്വയം ക്രിസ്ത്യാനികളല്ല ഇവാഞ്ചലിക്കൽസ്. പിന്നെ രണ്ടാമത്തത് ഈ പറയുന്ന ജിഹാദിസ്റ്റുകൾ. മൂന്നാമത്തെ അവരെ വിജയെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത്, വിജയിലൂടെ അവരുടെ ആശയങ്ങൾ നിറവേറ്റാൻ സാധിക്കുമെന്ന് അവർ വിജയ് ഒരു ഈ പറയുന്ന വിവാദപ്പെട്ട ആളുകളാണ്, പരിവർത്തിത ക്രിസ്ത്യാനിയാണ്. അതിൻ്റെ അച്ഛൻ ചന്ദ്രശേഖർ കമ്മ്യൂണിസ്റ്റ് തന്നെയായിരുന്നു. ഈ സ്ത്രീ വിമോചനമൊക്കെ ആയിട്ട് ബന്ധം റഹ്മാന നായകനാക്കി വെച്ച് സ്ത്രീകളെ ഉയർത്തി കാണിക്കുന്ന ഒരുപാട് സിനിമകൾ എടുത്തിട്ടുള്ള ആളാണ്. പിന്നെ മൂപ്പര് ഈ മുസ്ലിംസ് സംബന്ധിച്ചിടത്തോളം BJP-ക്കെതിരായ എന്തിനും മുസ്ലിംസ് സപ്പോർട്ട് ചെയ്യാമല്ലോ. അതങ്ങനെ എന്തിനാ സപ്പോർട്ട് ചെയ്യുന്നതല്ലേ, BJP ആണെന്നുകൊണ്ട് ഞങ്ങൾ എതിരാന്ന് പറയുന്ന ടൈപ്പാണ്. അപ്പോൾ ഈ സാധനങ്ങളാണ്. അപ്പം പ്രത്യയശാസ്ത്രപരമായ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അത് BJP-ക്കെതിരാണ്. അത് പഴയ ദ്രവീഡിയൻ മൂവ്മെന്റിന്റെ ഒരു ഇൻഫ്ലുവൻസ് അതിലുണ്ട്. ദ്രവീഡിയൻ മൂവ്മെന്റ് മുസ്ലിങ്ങളുണ്ടായിരുന്നു, ക്രിസ്ത്യാനികളുണ്ടായിരുന്നു. കാരണം BJP-യെ സംബന്ധിച്ചിടത്തോളം കൺവേർഷൻ മാഫിയെന്ന് BJP അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് യോജിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് യോജിച്ച് കഴിഞ്ഞാൽ പിന്നെ BJP-ക്ക് ഒരു ഐഡന്റിറ്റി ഇല്ലാതാവും. ആർക്ക് BJP-ക്ക് ഉണ്ടാവില്ല, BJP-ക്ക് ഇല്ലാതാവും. അല്ല, വിജയുടെ കാര്യം പറയുന്നത് ഞാൻ അതിലോട്ട് വരാം. കാരണം എനിക്ക് അത് പറയാനുള്ളത്, വിജയ് ഇപ്പോൾ എമർജ് ചെയ്ത് വല്ല വിജയുടെ പിറകിൽ ഒരു ഗോഡ് ഫാദർ ഇല്ല. വിജയ് ഇപ്പം ഞാനത് സംശയം ഉന്നയിക്കാൻ കാരണം ഇപ്പോൾ നമ്മുടെ MGR ആയിരുന്നാലും MGR-ന്റെ പിറകിൽ ഇപ്പോൾ കരുണാനിധി ഉണ്ടായിരുന്നു, അങ്ങനെ പല ആൾക്കാരും ഉണ്ടായിരുന്നു, ഒരു ഗോഡ് ഫാദർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ജയലളിതയുടെ ഗോഡ് ഫാദറായിട്ട് MGR വന്നിരുന്നു. വിജയ്ക്ക് ഒരു ഗോഡ് ഫാദർ ഇല്ല, ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ ഞാൻ വിജയ്യായിട്ട് ഞാൻ കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പവൻ കല്യാണിനെയാണ്. പവൻ കല്യാൺ അവിടെ 10 കൊല്ലം ആ രാഷ്ട്രീയത്തിൽ പയറ്റിയതിനു ശേഷമാണ് പവൻ കല്യാൺ ഒന്ന് ക്ലച്ച് പിടിച്ചത്. പവൻ കല്യാൺ 2 തവണ അവിടെ മത്സരത്തിന് തോറ്റുപോയി. അതിനുശേഷം 10-15 കൊല്ലം പവൻ കല്യാൺ വലിയ രീതിയിൽ അവിടെ പ്രയത്നിച്ച ശേഷമാണ് പവൻ കല്യാൺ അവിടെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നത്. പക്ഷേ അപ്പോഴും പവൻ കല്യാണിൻ്റെ ദീർഘവീക്ഷണം നമ്മൾ കാണണം. കാരണം പവൻ കല്യാൺ ഒരിക്കലും ഫാൻസ് അസോസിയേഷനെ കൺവേർട്ട് ചെയ്ത് രാഷ്ട്രീയ പാർട്ടി ആക്കിയിട്ടില്ല. ഫാൻസ് അസോസിയേഷനെ അതുപോലെ നിലനിർത്തിയിട്ട് സാധാരണ ജനങ്ങളെ കൊണ്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക ചെയ്തത്. അപ്പോൾ അത് ഞാൻ പറയാനായിട്ട് കാരണം, ഈ ഫാൻസ് അസോസിയേഷനിലുള്ള ആൾക്കാരുടെ വോട്ട് മുഴുവൻ നമുക്ക് കിട്ടും. കാരണം ഫാൻസ് വേറെ, രാഷ്ട്രീയം വേറെ. അങ്ങനെയാണല്ലോ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും വോട്ട് മൊത്തം കിട്ടുമെന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് പവൻ കല്യാൺ കാണിച്ച ഒരു നല്ലൊരു ടാക്ടിക്സ് ആണ് അതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് കിട്ടിയത്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു വിജയിലോട്ട് വരുമ്പോൾ വിജയ് ഒരു തുടക്കക്കാരനാണ്. വിജയ്ക്ക് പൊളിറ്റിക്സിനെ പറ്റി എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ വിജയുടെ പല കാര്യങ്ങളും, വിജയുടെ പല നിലപാടുകളും, വിജയുടെ പല വാക്കുകളും എല്ലാം കേൾക്കുമ്പോൾ ഇപ്പോൾ കള്ളക്കുറിച്ചിയിൽ മദ്യദുരന്തമൊക്കെ നടന്നല്ലോ. ഇപ്പോൾ വിജയ്ക്ക്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ വിജയ്ക്ക് അതിഗംഭീരമായിട്ടൊരു ഹൈപ്പ് എടുക്കാവുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കാവുന്ന ഒരു സമീപനമായിരുന്നു അത്. വിജയ്ക്ക് വേണമെങ്കിൽ റാലി നടത്താമായിരുന്നു. പവൻ കല്യാൺ നടത്തിയ പോലെ, ജഗൻമോഹൻ റെഡ്ഡിക്ക് നടത്തിയ പോലെ റാലി നടത്താമായിരുന്നു. വിജയ്ക്ക് വേണമെങ്കിൽ വിജയുടെ ഫാൻസിനെ മുഴുവൻ സംഘടിപ്പിച്ച് ശക്തി കാണിക്കാമായിരുന്നു. സ്റ്റാൻഡ് വിജയ് കാണിച്ചില്ല. വിജയ് ആ പാർട്ടിയെ തള്ളിപ്പറയാനും തയ്യാറായിട്ടില്ല. വിജയ് എപ്പോഴും DMK-യുടെ കൂടെയാണ്. വിജയ് പക്ഷേ മോഡി വിരുദ്ധനാണ്, അത് ഞാൻ സമ്മതിച്ചു തരും എന്നാണ് അവർ പറയുന്നത്. ഇതിന് രണ്ടു പവൻ കല്യാണിന്റെ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ ആന്ധ്ര വിഭജിക്കപ്പെടുന്നു, അവിടെ കോൺഗ്രസിന്റെ സാധ്യതകൾ ഇടിയുന്നു. അതല്ല തെലങ്കാന പ്രദേശത്താണെങ്കിൽ ഈ പറയുന്ന തെലങ്കാന പാർട്ടിയുടെ സാധ്യത ഇടിയുന്നു. പിന്നെ അതിന്റെ പ്രജാരാജ്യം എന്ന് പറഞ്ഞ പാർട്ടിഷിപ്പ് അയാളുടെ ബന്ധു തന്നെ ആയിട്ടുള്ള ചിരഞ്ജീവി ഉണ്ടായിരുന്നു, അത് പൊളിയുന്നു. അപ്പൊ അതിൽ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ തന്നെ രാഷ്ട്രീയ അഭയം കിട്ടാതെ നിൽക്കുകയും ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ എങ്ങനെയാണോ പാകിസ്ഥാനിൽ ആദ്യത്തെ ഇലക്ഷന് തോറ്റ ഇമ്രാൻഖാൻ പിന്നെ ഇപ്പൊ ഏറ്റവും വലിയ കക്ഷിയായി മാറിയത്, ആ സാഹചര്യം നന്നായി യൂട്ടിലൈസ് ചെയ്യും.
ഇപ്പം ഗോഡ് ഫാദർ രാഷ്ട്രീയത്തിൽ വേണമെന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ പണ്ടൊക്കെ എന്ന് വെച്ചാൽ നീ എനക്കോ സ്റ്റാർ, നീ വലിയ മറ്റേ ഇതുണ്ടല്ലോ, അയ്യാ വണക്കം ചെയ്ത് വലിയ സ്റ്റാറല്ലേ, പണ്ട് നിനക്ക് ഇങ്ങനെ സ്റ്റാറാകാൻ പറ്റും. നീ വല്ല നമ്മളെ സുബ്രഹ്മണ്യ മുതലാളിയുടെയോ കുഞ്ചാക്കോന്റെ ഒക്കെ കാലൊക്കെ പിടിച്ചിട്ട് അവിടെ പോയിട്ട് വോട്ട് ചെയ്തത്. നമുക്ക് അങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് വരാം. അപ്പൊ ആ കാലഘട്ടം മാറി. അപ്പൊ ഇപ്പൊ കാലത്ത് ഇപ്പൊ അരവിന്ദ് കെജ്രിവാൾ, പിന്നെ ഞങ്ങൾക്കൊക്കെ അയാൾ മുമ്പേ അറിയാമായിരുന്നു. പക്ഷെ വളരെ പെട്ടെന്നാണ് ഒരു ഹൈപ്പിലൂടെ അദ്ദേഹം കയറി വരുന്നത്. പക്ഷെ അയാൾക്ക് അണ്ണാ ഹസേര എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ബാക്കിലില്ല. അണ്ണാ ഹസാരെ ഇദ്ദേഹത്തെ കൈവഴിഞ്ഞില്ല, രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ കൈവഴിഞ്ഞു. അല്ലാതെ തന്നെ അദ്ദേഹം ഈ പറയുന്ന ഡൽഹിയിൽ അദ്ദേഹത്തിന് ഒരു ബേസ് ഉണ്ടായിരുന്നു. ആ ബേസ് ഉപയോഗിച്ചുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇടപെട്ടിരുന്നത്. ഇപ്പൊ നരേന്ദ്രമോദി എന്നുള്ള ബി ജെ പി എന്നുള്ള വലിയ പാർട്ടി ഉണ്ട്. പക്ഷെ നരേന്ദ്രമോദി പാർട്ടിയെക്കാട്ടും വലിയ വളരുന്നത് സോഷ്യൽ മീഡിയയിലുള്ള അദ്ദേഹത്തിന്റെ അത് വളരെ ചിട്ടമായിട്ടുള്ള പ്രവർത്തനമാണ്. അപ്പൊ വിജയെ സംബന്ധിച്ച് വിജയന്റെ അച്ഛൻ നല്ല പൊളിറ്റിക്സ് ഉള്ള ആളാണ്. എനിക്ക് വന്നില്ല, വിജയുടെ അച്ഛന്റെ കൂടെ വർക്കിയ ചില ആളുകൾ തിരുവനന്തപുരത്തുണ്ട്, അവര് പേര് ഞാൻ പറയുന്നില്ല, വലിയ മുതലാളിമാരൊക്കെ. അവര് വിജയൻ പിന്നെ ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. അത് ഇളയരാജ്, ഗംഗയ്യ, ഇവരൊക്കെ ഒരു ടീമായിരുന്നു. പിന്നെ ഓരോരുത്തർ രക്ഷപ്പെട്ടു പോയപ്പോൾ പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയില്ലാതായി എന്നൊക്കെ ഉള്ളൂ. ഒരു ടീമായിരുന്നു. ഒരു കൃത്യമായ പൊളിറ്റിക്സ്, ദ്രവീഡിയൻ പൊളിറ്റിക്സ് വിജയുടെ വീട്ടിലുണ്ട്. വീട് അച്ഛൻ കാഞ്ഞ ബുദ്ധിയാണ്. അങ്ങനെയാണ് വിജയനെ ഇതിവിടെ എത്തിച്ചത്. വിജയുടെ അച്ഛനെതിരെ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ല, അതൊക്കെ ഉണ്ട്, അതൊക്കെ പുറത്ത് അഭിനയല്ലേ. പിന്നെ വിജയുടെ അച്ഛന് പിന്നെ ഈ പറഞ്ഞതിനാതിരി ഈ ശങ്കർ മുതൽവൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വിജയം സംഭവിച്ചല്ലോ, അന്ന് അച്ഛനാണ് പടം. അന്ന് ഈ ചെറുക്കൻ ആ സിനിമയിൽ തീർന്ന്. അപ്പൊ എന്ത് ചെയ്തു, രജനീകാന്ത് ആദ്യം വേണ്ടെന്ന് തോന്നുന്നു. കാരണം രജനീകാന്ത് അന്നൊരു തവണ കൈകാലിട്ട് മാറി നിൽക്കുന്ന സമയമാണ്. സ്ക്രിപ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇപ്പൊ സമയമായിട്ടില്ല, ഇപ്പൊ ഞാൻ ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ജയലളിത മരിച്ചില്ലായിരുന്നെങ്കിൽ വിജയ് ഉയർന്നു വരുമായിരുന്നു. അല്ല, മരിക്കുമല്ലോ. മരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അത്ര പെട്ടെന്ന്, പക്ഷെ മരിച്ചില്ല. അത് ചിരഞ്ജീവികളല്ലല്ലോ. ഇപ്പൊ വിജയ് കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനത്തെ രീതിയിൽ കൊണ്ടുവന്നതാണ്. ഓരോ ഘട്ടത്തിൽ വിജയന്റെ അച്ഛൻ്റെ ഒരു കയ്യൊപ്പ് കാണാൻ പറ്റും. ഇയാൾ ആ രീതിയിൽ ഓരോ പിന്നെ സിനിമയും ചൂസ് ചെയ്ത് പിന്നെയാണ് വിജയ് നേരിട്ട് ചൂസ് ചെയ്ത്. വിജയ് ചൂസ് ചെയ്യാന്ന് പറയുമ്പോൾ പടങ്ങൾ പലപ്പോഴും ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ഇങ്ങനെ ചൂസ് ചെയ്യുന്ന സമയത്ത് സിനിമയിൽ നല്ല ധാരണ ഉണ്ട്. പിന്നെ പൊളിറ്റിക്സും ഉണ്ട്. ഈ ചന്ദ്രശേഖരൻ നീ ഒന്ന് അന്വേഷിക്കണ്ടേ, നല്ല പൊളിറ്റിക്സ് ഉള്ള. അപ്പൊ ഇത് വെച്ചുകൊണ്ട് ഇയാളെ സ്റ്റാർ ബേസും പിന്നെ പ്ലസ് ദ്രവീഡിയൻ പൊളിറ്റിക്സിന്റെ യഥാർത്ഥ പിന്നെ അവകാശി ആരാണ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഉദയനിധി അല്ല. ഉദയനിധി കുടുംബം കൊണ്ടേ ആവുന്നുള്ളൂ. മണ്ടത്തരം പറഞ്ഞിട്ടില്ലേ മറ്റേതിനൊക്കെ. വിജയാണ് അധികം സംസാരിക്കുകയില്ല. പക്ഷേ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ ഓടിയെത്താൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഫാൻ ബേസ് ആണ്, വിജയന്റെ ഫാൻ ബേസ് പുതിയ യുവാക്കളാണ്. ഈ പുതിയ യുവാക്കളെ സംബന്ധിച്ച് അവർക്ക് നിലവിലുള്ള ഈ ശങ്കറിന്റെ സിനിമയിലുള്ള ക്യാരക്ടേഴ്സിനെ പോലെയാണ്. നിലവിലുള്ള അവിടുത്തെ ദ്രവീഡിയൻ പാർട്ടിയുടെ അഴിമതിയെ കണ്ട് മടുത്തിരിക്കുന്ന ആളുകളാണ്. അവിടെ വിജയ് അവർക്കൊരു പ്രതീക്ഷ കൊടുക്കുന്നു. അപ്പം നിലവിലുള്ള സാഹചര്യത്തിൽ ഈ ദ്രവീഡിയൻ പൊളിറ്റിക്സിന്റെ ഒരു പിന്തുടർച്ചാവകാശി ആരാന്ന് ചോദിച്ചാൽ ആ സ്ഥലത്തിലേക്ക് വിജയ് ഉയർന്നു വരികയും വിജയ്ക്കെതിരെ ആ സമയത്ത് അവിടെ BJP വരാൻ സാധ്യതയുണ്ട്. മിക്കവാറും ഈ രണ്ടെണ്ണവും അണ്ണന്റെ പാർട്ടിയും പിന്നെ DMKയും രണ്ടും മിക്കവാറും BJPന്റെ സഖ്യകക്ഷിയാവേണ്ടി വരും. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.